പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അനന്തകാരുണ്യത്തിന് ഉറവിടമായ കർത്താവെ, ഞാൻ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിച്ച് മഹത്വപ്രദംഗിക്കാൻ നന്ദി പറയുന്നു. എൻ്റെ കൃപയും അനുഗ്രഹവും ഓരോ നിമിഷം അനുഭവിച്ചറിയുവാൻ ഞങ്ങൾക്ക് നൽകിയ ദിവസത്തെ ഓർത്ത് നന്ദി പറയുന്നു. ഒരു തീരുമാനമെടുക്കണമെന്നും അങ്ങേ വിശ്വസ്തയോടുകൂടി അനുഗമിക്കുവാൻ സാധിക്കുന്ന ഒരു തീരുമാനമായിരിക്കണം ഞങ്ങൾ എടുക്കേണ്ടതെന്ന് കർത്താവെ നീ ആഗ്രഹിക്കും. യോശുവ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, നിങ്ങളെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന ചെങ്കടൽ കടത്തി മന്ന ഭക്ഷണമായി തന്ന ദൈവത്തോടുള്ള വിശ്വസ്തതയാണോ നിങ്ങൾക്ക് ആവശ്യം, അതോ അന്യദേവന്മാരെ സേവിച്ചു കൊണ്ടുപോകാനാണോ? ഒരു തീരുമാനം നിങ്ങളിപ്പോൾ എടുക്കണം. ഈ തീരുമാനം ഐക്യകണ്ഠേന അവർ പറയുന്നു, ഞങ്ങൾ ദൈവത്തോട് വിശ്വസ്തയുള്ളവരായിരിക്കും, അവനോട് കൂടെ മാത്രമേ വിശ്വസ്തതയുള്ളൂ എന്ന് ഏറ്റുപറഞ്ഞ ദൈവം തൻ്റെ തിരുമുമ്പിൽ ദൈവത്തിൻ്റെ ജനമായി തീരും. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും എടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും തെറ്റിപ്പോകാറുണ്ട്. താൽക്കാലികമായ നേട്ടത്തിന് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങളും താൽക്കാലികമായ നേട്ടത്തിന് വേണ്ടിയുള്ള ഓട്ടങ്ങളുമാണ് പലപ്പോഴും നമ്മുടെ ജീവിതം. കുടുംബജീവിതത്തിൽ പലപ്പോഴും തകർച്ചകൾ നേരിടുകയും ദമ്പതികൾ തമ്മിലുള്ള ഭിന്നതയും മക്കളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളും മാതാപിതാക്കളെ ഉപേക്ഷിച്ചു പോകുന്ന മക്കളെടുക്കുന്ന അവിവേകമായ തീരുമാനങ്ങളും എല്ലാം ഇന്ന് സ്നേഹബന്ധങ്ങളെ വിലയ്ക്കുന്നു, കുടുംബത്തിൻ്റെ വിശ്വസ്തയെ താഴ്ത്തും. ഒരു മൊബൈൽ ഫോണിലൂടെ വന്ന ഒരു കോള് അത്യാകർഷണത്തോടെ മറ്റെല്ലാ ബന്ധങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് അതിൽ താല്പര്യം കാണിക്കുമ്പോൾ കുടുംബ ബന്ധങ്ങൾ തകർക്കപ്പെടും. ഇതാ നിൻ്റെ തിരുമുമ്പിൽ ഞങ്ങൾ ഓരോരുത്തരെയും സമർപ്പിക്കാം. നിൻ്റെ കാരുണ്യവും കൃപയും എപ്പോഴും നിൻ്റെ സ്നേഹത്തിൻ്റെ നിറവിൽ പലപ്പോഴും ഞങ്ങളെ നഷ്ടപ്പെടുത്തിയ നിൻ്റെ സ്നേഹത്തെ ഓർത്ത് നന്ദി പറയും. കൂട്ടായ്മയെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളിന്ന് ജീവിക്കുന്ന കുടുംബത്തെ ഓർത്ത് നന്ദി പറയും. നിൻ്റെ കാരുണ്യവും സ്നേഹവും അനുഭവിച്ചറിയ ഞങ്ങൾ ആ സ്നേഹത്തിൻ്റെ നിറവിൽ ജീവിക്കുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണം. ഈശോയെ, ഇതാ സമ്പൂർണ്ണമായിട്ട് ഞങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നിൻ്റെ കാരുണ്യത്തിനായി സമർപ്പിക്കും. യൂതന്മാരുടെ രാജാവായ നസ്രേക്കാരൻ യേശുവെ, പെട്ടെന്നുള്ള മനോപകടങ്ങളെ കാത്തുകൊള്ളണമേ. പ്രഭാതത്തിൽ എഴുന്നേറ്റ് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ തക്കവിധം ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോ ആരാധന.